തായ്ലൻഡിൽ ബുദ്ധ സന്യാസിമാരെ ഉദ്ദേശിച്ച് ലൈംഗിക ആരോപണത്തിലൂടെ കോടികൾ തട്ടിയെടുത്തതായി കണ്ടെത്തിയ 30-കാരിയായ വിലാവൻ എംസാവത്ത് അറസ്റ്റിലായി. ലക്നൗ സ്വദേശിനിയായ വിലാവൻ ഉന്നത ബുദ്ധമഠങ്ങളിലെ 9 സന്യാസിമാരെ ഉൾപ്പെടുത്തി നടത്തിയ ഈ കുഴപ്പം തായ് സമൂഹത്തെ നടുക്കിയിരിക്കുകയാണ്. തായ് പോലീസ് വിലാവന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 80,000-ത്തിലധികം നഗ്ന ചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ് പിടിച്ചെടുത്തത്. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് വിലാവൻ ബുദ്ധ സന്യാസിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പൊതുവിൽ മിസ് ഗോൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിലാവനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. പല ആഴ്ചകളിലായി ബുദ്ധ സന്യാസിമാരെ ചുറ്റിപ്പറ്റിയ ലൈംഗിക ആരോപണങ്ങൾ തായ്ലൻഡിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ബാങ്കോക്കിലെ പ്രശസ്തമായ സന്യാസി പെട്ടെന്ന് സന്യാസം ഉപേക്ഷിച്ച് ഒളിച്ചുപോയത് പോലീസിന്റെ സംശയം കൂട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പറ്റിയ വിലാവനൊരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് ആരോപിക്കുകയും അതിന് മൂല്യമായി 7.2 മില്യൺ ബാറ്റ് 1.6 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അന്വേഷണത്തിൽ പുറത്തുവന്നു. വിലാവൻ യുവതിയോട് നിലനിർത്തിയിരുന്ന സ്വകാര്യ ബന്ധങ്ങൾ ഉൾപ്പെട്ടവരിൽ ചിലരുടെ പേരുകൾ പോലീസ് പുറത്തുവിട്ടില്ലെങ്കിലും 9 സന്യാസിമാരുടെയും നിരവധി ഉന്നത ബുദ്ധ സന്യാസിമാരും ഈ ചൂഷണത്തിനിരയായത് സ്ഥിരീകരിച്ചിരുന്നു. ബ്ലാക്ക്മെയിലിനായി ഉപയോഗിച്ച നഗ്ന ചിത്രങ്ങളും സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും വിലാവന്റെ ഫോണിലും ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നു. 3 വർഷത്തിനിടയിൽ ഇവർ 101 കോടിയോളം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തിയതോടെയാണ് കേസ് ദേശീയ തലത്തിൽ ആഘോഷമായത്.